നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചന, ക്ലേ മോഡലിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാനത്ത് നാളെ സൂചനാ ബസ് സമരം. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വല്ലച്ചിറ പഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചന, ക്ലേ മോഡലിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് തൊമ്മി പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. കൺവീനർ PK നിഖിൽ, ട്രഷറർ CS വൈശാഖ്, CK ശശിധരൻ, രമാ പ്രകാശൻ, TP ഹൈൻസ്, TG ദാസൻ, TG രാജൻ, തോമസ് പടിക്കല എന്നിവർ സംസാരിച്ചു. ഓരം കൂടി ചേരുമ്പോൾ പുഴയോരാവും. അതിലെന്തൊക്കെ നിങ്ങളുടെ ഭാവന അനുസരിച്ച് പുറത്തിറക്കാം. അത് ചെയ്ത് 8 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കണം. ജൂനിയർ വിഭാഗം എന്ന് പറഞ്ഞാൽ 12 മുതൽ 16 വയസ്സിന് താഴെ വരെയുള്ള വയസ്സാണ്. അവർക്ക് ഉള്ള വിഷയം എന്താണെങ്കിൽ ഓണച്ചന്ത. സീനിയർ വിഭാഗത്തിന് വിഷയത്തിലേക്ക് കിടക്കാം. ലഹരിക്കെതിരെ യുവാക്കൾ. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലത്തെ വിശേഷാൽ പൂജകൾക്കു ശേഷം എഴുന്നള്ളിപ്പ്, മേളം എന്നിവ നടന്നു. കാച്ചാംകുറിച്ചി രാമൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. തുടർന്ന് പ്രസാദഊട്ട് നടന്നു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. സംസ്ഥാനത്ത് നാളെ സൂചനാ ബസ് സമരം. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപനം. ലക്ഷങ്ങൾ വാങ്ങി വ്യാജന്മാർ വിലസി നടക്കുന്ന ഇക്കാലത്ത് സത്യസന്ധമായ ജോലി ഒഴിവുകൾ അർഹരായവർക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐ-ഓൺ ഇന്റർനാഷണൽ ജോബ്സ് എന്ന സ്ഥാപനം ആനക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടില് പുതിയൊരു സംരംഭം കൂടി ആരംഭിക്കുകയാണ് ഐയോൺ. പൊതുവിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കൺസൾട്ടൻസി നമ്മുടെ ഗ്രാമപഞ്ചായത്തില് പരിധിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തില് സേവനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനം. നാട്ടിലെല്ലാവരും പുതിയ പുതിയ ജോലി സാധ്യതകൾ, പുതിയ പുതിയ സങ്കേതങ്ങൾ, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഒക്കെ ചെല്ലാനും ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മളുടെ ചുറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മുടെ വീടിന് തൊട്ടടുത്ത് നമ്മളുടെ നാട്ടിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾക്ക് അറിയുന്ന ആളുകൾ തുടങ്ങുക എന്നുള്ളത് കൂടുതൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഗുണമാവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകാനും ഒരുപാട് ആളുകളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനൊക്കെ ഈ സ്ഥാപനം കാരണമാകട്ടെ. വിദേശങ്ങളിൽ ജോലി നോക്കുന്ന എല്ലാവർക്കും വ്യാജ ഏജൻസികൾ വഴി പണം നഷ്ടപ്പെടുത്താതെ കൃത്യവും വ്യക്തതയോടെയും നിങ്ങളുടെ വിദേശ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നങ്ങളെ സാധ്യമാക്കുകയാണ് ഐഓൺ ഇന്റർനാഷണലിന്റെ ലക്ഷ്യം. യൂറോപ്പ്, GCC രാജ്യങ്ങളിൽ കൃത്യമായ ജോലി സംബന്ധമുള്ള വിശദമായ വിവരങ്ങളെക്കുറിച്ച് നിങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നു. കൃത്യവും വിശ്വാസ്യതയോടെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നും ഐഓൺ ഇന്റർനാഷണൽ കൂടെ ഉണ്ടാകും. ചടങ്ങിൽ ഐഓൺ MD-മാരായ ഗിൽബർട്ട് തോമസ്, റൂസ്വെൽ തട്ടിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. ഐഓൺ ഇന്റർനാഷണൽ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തതിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നും ഉണ്ടാവും. ബിസിനസ് തുടങ്ങാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവർ തന്നെയാണ്. പിന്നെ നമ്മൾ തല്ലൂരെ നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതേ ഒരു സംരംഭം ഒരു 30 വർഷമായി ചെയ്യുന്നു. ഇതേ ഒരു ഫീൽഡിൽ ദുബായിലാണെങ്കിലും ഇവിടെയൊക്കെ. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും. ഇതൊരു സർവീസ് സെക്ടറാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ എപ്പോഴും അത്രയും കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ഓഫീസിൽ വരുന്നു. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ പുറത്തു പോകാനും നല്ലതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് എത്തിക്കാൻ നല്ല രീതിയിൽ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, എവിഗേറ്റ് ഗ്ലോബൽ ജോബ്സിന്റെ ഗിരിനാഥ്, ഗെയിം തെറാപ്പിസ്റ്റ് സ്വാതിക് നാരായൺ എന്നിവർ സംസാരിച്ചു. നമുക്ക് തൃശ്ശൂർ തന്നെ കുറേ ഏജൻസികളുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ ആളുകളെ കൊണ്ടുപോകുന്നതും, അതായത് ഒരു മാക്സിമം ഒരു 5-6 മാസത്തിനുള്ളിൽ യൂറോപ്പിനുള്ളിൽ എത്തിക്കാനും, അതുപോലെ തന്നെ GCC കൺട്രികളിലേക്ക് മാസങ്ങളിൽ വെറും 1-2 മാസങ്ങളിൽ എത്തിക്കാനും പറ്റുന്ന ചില ഏജൻറ്റുമാർ, അതായത് ചില ഏജൻസികൾ നമുക്ക് അടുത്തുണ്ടായിരുന്നത് നമ്മൾ വളരെ അടുത്താണ് അറിഞ്ഞത്. വളരെ ജെന്യുവനായിട്ട് തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ഇവിടെ നിന്ന് പോയാൽ തന്നെ അവിടെയും നല്ല സർവീസാണ് അവരവിടെ ചെയ്യുന്നത്. ഇത് കണ്ട ഞങ്ങൾ അവരോട് ചോദിച്ചു, ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പങ്കാളികളായാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി ഓക്കെ അത് നമുക്ക് നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ ഓഫീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ കുത്തക വ്യാപാര മേഖല കൈയടക്കി ചെറുകിട വ്യാപാരികൾ ആത്മഹത്യ വക്കിലാണെന്നും പണിതീരാത്ത റോഡ്, 2 ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ച വിവിധ ടാക്സുകൾ, ഓൺലൈൻ വ്യാപാരമെല്ലാം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെയാണ്. നികുതി ഇനത്തിൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും സമ്പദ്ഘടനയുടെ വലിയൊരു പങ്ക് നൽകുന്നവരാണ് ചെറുകിട വ്യാപാരികൾ. എന്നാൽ ഇവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനോ മേഖലയിലുള്ള മറ്റു കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കാനോ വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം വിലയിരുത്തി. വ്യാപാരികളുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി, VKR, വിവിധ മരണസഹായ ഫണ്ട് എന്നിവ പരിചയപ്പെടുത്തൽ, പാലക്കൽ യൂണിറ്റിലെ വനിതാ വിങ്, യൂത്ത് വിങ് എന്നിവയുടെ രൂപീകരണം എന്നിവ നടന്നു. യൂണിറ്റ് സെക്രട്ടറി ജോജി ജേക്കബ്, ബെറ്റ് സെൽവത്തിങ്കൽ, പോൾ പാറളം, സിനി AD, ടീസൺ KJ, ജോയ് VP, മോഹനൻ PB, ഷിജു പാലക്കൽ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ SSLC, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മികവ് 2025 വിജയോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ V. മേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു.
വാർഡ് മെമ്പർ ഷീമ ആന്റണി, പ്രിൻസിപ്പാൾ ജോർജ് കെ.എ, അധ്യാപകരായ റെനി പോൾ, ടെജി ജോർജ്, സീന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച കുട സബ് കളക്ടർക്ക് നൽകി. പ്രധാന അധ്യാപിക റീമ സിയാർ, PTA പ്രസിഡന്റ് റാഫി കെ.എ എന്നിവർ നേതൃത്വം നൽകി. പൊന്നാനി പുറങ്ങ് പടിഞ്ഞാറ്റുമുറി കായൽ സുൽത്താൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ബോട്ട് ക്ലബ്ബ് പണികഴിപ്പിച്ച പുതിയ C ഗ്രേഡ് ചുരുളൻ വള്ളം നീരണിഞ്ഞു. ചേറ്റുവ സ്വദേശി പഞ്ചപ്രഭാകരന്റെ മേൽനോട്ടത്തിലാണ് C ഗ്രേഡ് ചുരുളൻ വള്ളം പണിതീർത്തത്. 3,25,000 രൂപ ചിലവിൽ 2 മാസമെടുത്താണ് പ്രജീഷ് കടാമംഗലം ചുരുളൻ വള്ളത്തിന്റെ പണി പൂർത്തീകരിച്ചത്. കായൽ സുൽത്താൻ ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ബഷീർ PT, സെക്രട്ടറി ഷഹീർ OV, ഖജാൻജി ജയകുമാർ NP എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചേറ്റുവയിൽ പണിതീർത്ത രണ്ടാമത്തെ C ഗ്രേഡ് ചുരുളൻ വള്ളമാണ് കായൽ സുൽത്താൻ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ജില്ലയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് സ്വീകരണം നൽകി. ഭാര്യ ഡോക്ടർ സുധേഷ് ധൻഖറിനൊപ്പം എത്തിയ ഉപരാഷ്ട്രപതിയെ MLA മുരളി പെരുന്നെല്ലി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ബിനു C കണ്ടാടശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്ര ദർശന ശേഷം ഉപരാഷ്ട്രപതി കൊച്ചിയിലേക്ക് മടങ്ങി. കല്ലൂർ മാവിൻചുവടിയിൽ ഓട്ട് കമ്പനിയുടെ ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. ലക്ഷ്മി ദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. 120 അടിയോളം ഉയരമുള്ള പുകക്കുഴലാണ് തകർന്നു വീണത്. പുലർച്ചെ ജോലിക്കാരില്ലാത്ത സമയമായതിനാൽ ആളപായമൊന്നും സംഭവിച്ചില്ല. പകൽ സമയത്ത് 15 തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്ന പ്രദേശത്താണ് അപകടമുണ്ടായത്. 20 അടിയോളം ഉയരത്തിൽ മാത്രമാണ് ചൂളയുടെയും പുകക്കുഴലിന്റെയും ഭാഗങ്ങൾ അവശേഷിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം, വില്ലേജ്, പോലീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചേർപ്പ് തിരുവുള്ളക്കാവ് തയ്യിൽ രാമൻകുട്ടി മകൻ കൃഷ്ണൻകുട്ടി നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഭാര്യ ശാന്ത, മക്കൾ അരൂപ് ചന്ദ്, അനീഷ് ചന്ദ്, മരുമക്കൾ കാത്തിയ, കാർത്തിക. പള്ളിപ്പുറം വടക്കേ മീനങ്ങത്ത് പരേതനായ കുഞ്ഞുണ്ണി മകൻ ലജിത് കുമാർ നിര്യാതനായി. 52 വയസ്സ്. സംസ്കാരം നടന്നു. ഭാര്യ സിന്ധു, മക്കൾ പ്രജുൽ, പ്രഭ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,010 രൂപ, പവന് 72,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചന, ക്ലേ മോഡലിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാനത്ത് നാളെ സൂചനാ ബസ് സമരം. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.